ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത് നിന്ന് 5000 രൂപ, അങ്ങനെ ഒരു 10 ക്ലയൻറ്റ് വന്നാൽ നമുക്ക് 50,000 രൂപയായി ഒരു ദിവസം. 10 ദിവസത്തിന് 5 ലക്ഷം രൂപ. ഇങ്ങനെ 30 ദിവസം നോക്കുകയാണെങ്കിൽ നമ്മളെ കയ്യിൽ 15 ലക്ഷം രൂപ. 5 ലക്ഷം രൂപ ചിലവ് കഴിച്ചാലും ബാക്കി 10 ലക്ഷം രൂപ കയ്യിൽ. എങ്ങനെയുണ്ട്? പല ഐഡിയയുമായി ഇങ്ങനെ കണക്ക് കൂട്ടാൻ ആർക്കും പറ്റും. പക്ഷേ ഈ ഐഡിയ മാർക്കറ്റിൽ ഇറക്കുമ്പോഴാണ് ഇത് വിജയ സാധ്യതയുള്ളതാണോ എന്ന് മനസ്സിലാക്കാനാവുക. അങ്ങനെയുള്ളപ്പോഴേ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റും ലഭിക്കുകയുള്ളൂ. സ്റ്റാർട്ടപ്പുകൾക്കുള്ള ഫണ്ടിങ്ങിനെ പറ്റിയുള്ള ആ സീരീസ് തുടരുകയാണ്. ഇപ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് സീഡ് ഫണ്ടിങ്ങിനെ പറ്റിയാണ്. നിങ്ങൾക്ക് സീഡ് ഫണ്ടിങ് കിട്ടാൻ ചാൻസ് ഉണ്ടോ? നമുക്കൊന്ന് നോക്കാം. നിങ്ങളുടെ പ്രോഡക്റ്റിനോ അല്ലെങ്കിൽ സർവീസിനോ മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടെന്ന് കാണിക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് സീഡ് ഫണ്ടിങ്ങിനായി ശ്രമിക്കാം. അതായത് ഒരു സ്റ്റാർട്ടപ്പിൻ്റെ പ്രോട്ടോടൈപ്പ് റെഡി ആയിരിക്കണം. നിങ്ങളുടെ ഐഡിയ വിറ്റുപോകാൻ സാധ്യതയുണ്ടോ, അതുമൂലം ലാഭമുണ്ടാക്കാനാവുമോ, അത് വിജയിക്കുമോ എന്നിങ്ങനെയുള്ള ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ആയിരിക്കും യഥാർത്ഥത്തിൽ ഈ സ്റ്റേജിൽ ഉണ്ടാവുക. POC അഥവാ പ്രോസസ് ഓഫ് കോൺസെപ്റ്റ് എന്നും ഈ പ്രോസസ്സിനെ പറയാറുണ്ട്. ഇനിയും ഇങ്ങനെ കണക്ക് കൂട്ടി നിൽക്കാതെ ചെയ്ത് കാണിക്കുന്നേ. 100 കണക്കിന് ഇൻക്യുബേറ്റേഴ്സും ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സും സർക്കാർ ഫണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുകയാണ്. ഒന്നുമില്ലെങ്കിൽ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ പോലും നിങ്ങൾക്ക് സീഡ് ഫണ്ടിങ് കണ്ടെത്താനാവും. മാർക്കറ്റിൽ ഇറങ്ങി കളിക്കുമ്പോൾ സ്വാഭാവികമായും പല സ്ട്രഗിൾസ് ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ഈ കണക്ക് കൂട്ടി ജീവിക്കുന്നവരെക്കാൾ എത്രയോ മുന്നിലാണ്. അതുകൊണ്ട് മുന്നോട്ട് പോകൂ.